ഹലോ, നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇനി ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ മൂർച്ച കൂടും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയാണ് ഇന്ന് വാർത്താപകലിൽ നിറഞ്ഞു നിന്നത്. ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. അതോടൊപ്പം അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പുനർജനി കേസിൽ വി.ഡി. സതീശനെതിരെ തെളിവില്ലെങ്കിലും വിദേശ ഫണ്ട് വിഷയമായതിനാൽ CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഒരു വർഷമായ ശുപാർശയിൽ മുഖ്യമന്ത്രി തുടർ നടപടി എടുത്തിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തു നിൽക്കെ ഈ വാർത്ത പുറത്തുവന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഇളക്കിമറിച്ചു. രാഷ്ട്രീയ വാക്പോരിലേക്ക് കടക്കുന്നില്ല, പകരം പറവൂരിലൊന്ന് പോയി വരാം. പ്രതിപക്ഷ നേതാവ് സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതി എന്താണ്, അതിന്റെ നിലവിലെ സ്ഥിതി എന്താണ്, അക്കാര്യമൊക്കെ വിശദമായി പരിശോധിക്കാം. 2018 പ്രളയം. പലർക്കും വീട് നഷ്ടമായി, വെള്ളം കയറി, സാധനങ്ങൾ നശിച്ചു, ജീവനോപാധി ഇല്ലാതെയായി. ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി MLA ആയ വി.ഡി. സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് പുനർജനി. ഇതിലേക്ക് എങ്ങനെയാണ് ഫണ്ട് സ്വരൂപിച്ചത്? 2018 പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ പറവൂർ മണ്ഡലത്തിൽ സംഭവിച്ചു. പലർക്കും വീടും ഉപജീവന മാർഗവും നഷ്ടമായി. വീടുകൾ നിർമ്മിച്ചു നൽകുക മാത്രമല്ല, ഉപജീവന മാർഗം ഇല്ലാതായവർക്ക് 5,000 മുതൽ 25,000 രൂപ വരെ സഹായം, കാലിത്തീറ്റ വിതരണം, തയ്യൽ മെഷീൻ ഇവയെല്ലാം പുനർജനി പദ്ധതിയിലൂടെ നൽകിയെന്നും കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. ഇതിനായി പുനർജനി ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെയാണ് സഹായധനം കണ്ടെത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ ട്രസ്റ്റും സ്പോൺസർക്കും ഗുണഭോക്താവിനും മധ്യേ പാലമായി നിന്നുവെന്നും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയുന്നു. പണം വി.ഡി. സതീശൻ നേരിട്ട് കൈപ്പറ്റിയിട്ടില്ലെന്നും അർഹരായവർക്ക് സ്പോൺസർമാർ നേരിട്ട് സഹായം നൽകുകയായിരുന്നുവെന്നും ഇവർ അവകാശപ്പെടുന്നു. 210ഓളം വീടുകൾ നിർമ്മിച്ചു നൽകിയെന്ന് പുനർജനി ട്രസ്റ്റ്. 6 വീടുകളുടെ പണി പുരോഗമിക്കുന്നു. 1857 വ്യാപാരികൾക്ക് ധനസഹായം നൽകി. 90ഓളം തയ്യൽ മെഷീനുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് പുനരുദ്ധാരണ സഹായവുമാണ് വിദേശത്ത് പോയി അഭ്യർത്ഥിച്ചതെന്ന് ട്രസ്റ്റ് ഭാരവാഹിയും പറവൂർ നഗരസഭാ ചെയർമാനുമായ രമേശ് ഡി കുറുപ്പ് വിശദീകരിക്കുന്നു. ഇത് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ഗുണഭോക്താക്കളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. അതായത് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിൽ പെടാത്ത ആൾക്കാരുണ്ട്. ഇപ്പം 4 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട്. ഈ സർക്കാർ 30%, 60%, 50% എന്നൊക്കെ ഓരോ കാറ്റഗറി പറഞ്ഞുകൊണ്ട് കിട്ടാത്ത ആളുകളുണ്ട്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് സർക്കാരിന് ചിലപ്പോൾ 10 രൂപ കിട്ടാറില്ല. അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് ഞങ്ങൾ പറയും, സ്പോൺസർമാരെ ഞങ്ങൾ തന്നെ കണ്ടെത്തും. ഇടനിലക്കാരായി പ്രവർത്തിക്കുക, അതായത് ഒരു കോൺട്രാക്ടറെ കൊണ്ട് പണിയെടുത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൈസ പോലും ഞങ്ങൾ നേരിട്ട് വാങ്ങിയിട്ടില്ല. പുനർജനിയിലൂടെ ലഭിച്ച കൂട്ടുകാടുള്ള ഒരു വീട് ഞങ്ങൾ കണ്ടു. വീട്ടുടമയുമായി സംസാരിച്ചു. പറവൂർ മണ്ഡലത്തിൽ പുനർജനി പദ്ധതിയിലൂടെ നടപ്പാക്കിയ ഒരു വീടാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ടുള്ള സന്തോഷ് ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. എത്രയായി ഇപ്പോൾ ഈ വീട് ലഭിച്ചിട്ട്? ഈ 5 വർഷം കഴിഞ്ഞു. 5 വർഷം. 5 വർഷം 2012 വീട് അനുവദിച്ചാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഒരു മാനദണ്ഡം? എങ്ങനെയായിരുന്നു? നിങ്ങൾ സർക്കാർ പദ്ധതികളിലെ അപേക്ഷിച്ചിരുന്നോ? അത് നേരത്തെ പഞ്ചായത്തിലൊക്കെ അപേക്ഷിച്ചിരുന്നു, അന്നേരം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ പുനർജനിയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളിക്ക് അപേക്ഷ കൊടുത്തു, അങ്ങനെ കിട്ടിയാണ്. ജോലികൾ പ്രധാനമായും നടന്ന 2020-21 കാലഘട്ടത്തിൽ തന്നെ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിൽ ചട്ടങ്ങൾ പാലിച്ചില്ല. അതുപോലെ തന്നെ തണ്ണീർത്തട ഭൂമിയിലാണ് വീട് പണിതത് തുടങ്ങിയിട്ടുള്ള പരാതികൾ എതിർപക്ഷം ഉന്നയിച്ചിരുന്നു. പ്രളയം ഏറെ നാശനഷ്ടമുണ്ടാക്കിയ ഇളന്തിക്കരയിലേക്ക് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി പുനർജനി പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു നൽകും എന്നറിയിച്ച സ്ഥലം, വീടും സ്ഥലവുമില്ലാത്ത 12 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരിടം എന്നതായിരുന്നു ഉദ്ദേശം. ശാരദാ വിദ്യാമന്ദിർ സ്കൂൾ ഉടമ 15 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. 6 വർഷം മുൻപ് ഇവിടെ വി.ഡി. സതീശൻ തറക്കല്ലിട്ടു. ഒരു ഫ്ളാറ്റാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ കല്ല് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ട് 16 വീടുകൾ പുത്തമലക്ക പഞ്ചായത്തിൽ ഈ ഇളന്തിക്കര സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പരിപാടിയും നടത്തിക്കൊണ്ടാണ് ഇവിടെ കാണുന്ന ഈ തറക്കല്ലിടൽ കർമ്മം നടത്തിയത്.
അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾ എത്രയോ ആയി, അതിനുശേഷം പിന്നെ ഈ സംഗതികൾ വേറെ ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും ഒന്നും അറിയാൻ പാടില്ല, ഇതിൻ്റെ അടുത്ത പരിപാടി എന്താണെന്നുള്ള രീതിയിൽ ആർക്കും ഒന്നും അറിയാൻ പാടില്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു CBI അന്വേഷണത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും. പുറത്തുനിന്ന് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ എല്ലാം രൂപരേഖ എന്താണ്, അക്കൗണ്ടബിലിറ്റി എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം വ്യക്തമാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വാസം. പുനർജനി പദ്ധതിയിൽ വിദേശത്ത് ചട്ടവിരുദ്ധമായി പണം പിരിവ് നടത്തിയതിലൂടെ എത്ര വീട് നിർമ്മിച്ചു നൽകി, ആരെല്ലാമാണ് ഗുണഭോക്താക്കൾ, അവരുടെ പേര് വിവരം പുറത്തുവിടുമോ എന്നിങ്ങനെയാണ് CPIMന്റെ ചോദ്യം. ഗുണഭോക്താക്കളുടെ സ്വകാര്യത മാനിച്ച് പേരുകൾ വെളിപ്പെടുത്താനാവില്ലെന്ന് മുൻപ് വിവാദം ശക്തമായപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായ പദ്ധതിയെന്ന് UDFും സുതാര്യതക്കുറവ് LDFും പറവൂരിൽ ചൂണ്ടിക്കാണിക്കുന്നു. പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതി തിരഞ്ഞെടുപ്പടുത്തിരിക്കെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഈ പുനർജനി പദ്ധതിയെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുമെന്നുറപ്പ്. രാഹുൽ സുദേവിനൊപ്പം വിപിൻ C. വിജയൻ, 24 പറവൂർ. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത്. രവികുമാർ PB പറയുന്നുണ്ട്, ഫണ്ട് ശേഖരിക്കാൻ എല്ലാ പാർട്ടിക്കാർക്കും ഓരോ സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾ വന്നു ചേരും, ഫണ്ട് കിട്ടും, അത് അടിച്ചു മാറ്റും, സ്ഥിരം കാഴ്ചയല്ലേ എന്ന്. ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്, ഇല്ലെങ്കിൽ പോയ കേസ് തോണ്ടിയെടുത്തുകൊണ്ട് വരുമോ എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, സ്വർണ്ണക്കൊള്ളയുടെ ശ്രദ്ധ മാറ്റാൻ എന്തൊക്കെയോ വഴികൾ നോക്കുന്നുവെന്ന്. മോഹൻ പിലാത്ര പറയുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അത് വോട്ടറാണെന്ന കാര്യം മറക്കേണ്ട എന്ന കാര്യം കൂടി. ഏതായാലും ഇത് അവിടുത്തെ പ്രളയത്തിൽ 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, അതിൽ പറവൂർ മണ്ഡലത്തിലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്, ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്കൊക്കെ അവർക്ക് സഹായമെന്ന നിലയിൽ VD സതീശൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർജനി. ഇതിന് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം നടത്തി സംഭാവന സ്വീകരിച്ചു എന്നാണ് ആരോപണം ഉയർന്നത്. പക്ഷേ ഈ ആരോപണത്തിൽ കഴമ്പില്ല, അല്ലെങ്കിൽ അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ വിദേശ നാണ്യ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ CBI അന്വേഷിക്കണമെന്നും ആ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി സർക്കാർ എന്തു തീരുമാനമെടുക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. സാധാരണക്കാരെ സഹായിക്കുന്ന കാര്യത്തിനാണ് VD സതീശൻ മുൻകൈയെടുത്തത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ, നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ സർക്കാർ പരിശോധിക്കട്ടെ. വൃക്കരോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. എന്നാൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കേണ്ട സർക്കാർ മേഖലയിലെ ഡയാലിസിസ് സംവിധാനം രോഗാവസ്ഥയിലാണ്. ഡയാലിസിസ് യന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ടെക്നീഷ്യന്മാർ ഇല്ലാത്തതിനാൽ 1,00,000-ലധികം ഡയാലിസിസുകളാണ് നടത്താൻ കഴിയാതെ പോകുന്നത്. വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന പൊതുജന ആരോഗ്യ സംവിധാനമാണ് കേരളത്തിൻ്റെതെന്ന് അവകാശപ്പെടുമ്പോഴാണ് അനേകം ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ട സർക്കാർ മേഖലയിലെ ഡയാലിസിസ് സംവിധാനം അവതാളത്തിലാവുന്നത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ഡയാലിസിസ് നിത്യേന മുടങ്ങുന്നതോടെ സാധാരണക്കാർക്ക് വലിയ തുക മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ട ഗതികേടാണ്. പ്രതിമാസം 1,12,000-ഓളം ഡയാലിസിസ് ചെയ്യാൻ ശേഷിയുള്ള 1,254 യന്ത്രങ്ങൾ സംസ്ഥാനത്തുണ്ടെങ്കിലും നടക്കുന്നത് ശരാശരി 60,000 എണ്ണം മാത്രമാണ്. 3 ഷിഫ്റ്റുകളിലായി യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനാൽ 1,00,000-ലേറെ ഡയാലിസിസ് ആണ് മാസം തോറും മുടങ്ങുന്നത്. സംസ്ഥാനത്ത് 122 ഡയാലിസിസ് കേന്ദ്രങ്ങളാണ് സർക്കാർ സംവിധാനത്തിലുള്ളത്. ഇതിൽ 11 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലാണ്. ഇവിടങ്ങളിൽ സ്ഥിരം ടെക്നീഷ്യന്മാരുണ്ട്. എന്നാൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 111 ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ 28 ഇടത്തായി 68 സ്ഥിരം ടെക്നീഷ്യന്മാരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. ബാക്കി 83 ഡയാലിസിസ് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് താൽക്കാലിക ടെക്നീഷ്യന്മാരെ ഉപയോഗിച്ചാണ്. സ്ഥിരം നിയമനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അടിയന്തരമായി സ്ഥിര നിയമനം ഗവൺമെൻറ് നടത്തുന്നില്ല. എത്രയോ വർഷകാലമായി നമുക്കറിയാം, ഉദ്യോഗാർത്ഥികളൊക്കെ ഈ PSC റാങ്ക് ലിസ്റ്റിലുള്ള റാങ്ക് ഹോൾഡേഴ്സൊക്കെ മുട്ടിലഴഞ്ഞ സമരങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ റാങ്ക് ലിസ്റ്റുള്ളവരെ നിയമിച്ചിരുന്നു എങ്കിൽ നിരവധി ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാവുമായിരുന്നു. 3 ഷിഫ്റ്റുകളിൽ ഡയാലിസിസ് യന്ത്രം പ്രവർത്തിപ്പിക്കണമെങ്കിൽ സ്ഥിരം ടെക്നീഷ്യന്മാരോ പരിചയസമ്പത്തുള്ള താൽക്കാലിക ടെക്നീഷ്യന്മാരോ വേണം. എന്നാൽ പലയിടത്തും പരിചയസമ്പന്നരായ താൽക്കാലികക്കാരെ പോലും കിട്ടാനില്ല. പരിചയസമ്പത്തുള്ള താൽക്കാലികക്കാർ സർക്കാർ മേഖലയിലെ തുച്ഛമായ ദിവസവേതനം മൂലം സ്വകാര്യ മേഖലയിലേക്കോ വിദേശത്തേക്കോ പോകും.
ഇതുമൂലം യന്ത്രങ്ങളുടെ പൂർണ്ണശേഷി വിനിയോഗിക്കാൻ പലയിടത്തും കഴിയുന്നില്ല. ടെക്നീഷ്യന്മാരുടെ PSC റാങ്ക് പട്ടിക നിലവിലുണ്ട്. അതിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നും ആരോഗ്യവകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. എന്നാൽ നിയമന നടപടി നീളുകയാണ്. ഇത് താൽക്കാലിക ടെക്നീഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് വളരെ എല്ലാം നല്ല ഗ്രാഹ്യമുള്ളവരാവണമെന്നില്ല. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ടെക്നീഷ്യന്മാരെ അടിയന്തരമായി നിയമിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാനത്ത് സർക്കാർ സംവിധാനത്തിൽ ഡയാലിസിസ് നടത്തുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് 6500 വൃക്ക രോഗികളാണ്. നിലവിലുള്ള യന്ത്രങ്ങൾ മുഴുവനും 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിപ്പിച്ചാൽ ഇതിൽ 1000-ഓളം പേർക്കെങ്കിലും അവസരം ലഭിക്കും. നിലവിൽ 5410 രോഗികളാണ് സർക്കാർ സംവിധാനത്തിൽ ഡയാലിസിസ് നടത്തുന്നത്. ഇതിൽ പലരും ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് വേണ്ടവരുമാണ്. സർക്കാർ ആശുപത്രികളിൽ നിലവിൽ ഡയാലിസിസ് നടത്തുന്നവർക്ക് പോലും അത് മുടങ്ങുമ്പോൾ ജീവൻ നിലനിർത്താനായി അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരുടെ പ്രതീക്ഷയ്ക്കാണ് കൂടുതൽ മങ്ങലേൽക്കുന്നത്. ഡയാലിസിസ് നടത്താനായി സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തവർ ഇനി എന്ത് ചെയ്യണമെന്നാണ് സർക്കാരിനോടുള്ള ചോദ്യം. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മനീഷ് മഹിബാൽ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പല പ്രേക്ഷകരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. മിനിബാബു ആലപ്പുഴ പറയുന്നു, നെയിം ബോർഡ് ഉണ്ടല്ലോ ഡയാലിസിസ് യൂണിറ്റ് എന്ന്, എല്ലാം പേരിന് മാത്രം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ജീവൻ തിരിച്ചു പിടിക്കാമെന്ന്. അങ്ങനെയല്ല, സർക്കാർ ആശുപത്രികൾ മികച്ച ആശുപത്രികൾ തന്നെയാണ്. പക്ഷേ അവിടെ സൗകര്യമൊരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം സൗകര്യമൊരുക്കുന്നതിന് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ സർക്കാരുമൊക്കെ ശ്രമം നടത്തും എന്ന് നമുക്ക് കരുതാം. ഈ നിലയിലുള്ള അനാസ്ഥ ഒട്ടും ആരോഗ്യ കേരളത്തിന് ഭൂഷണമല്ല. ഉദ്ഘാടനം കഴിഞ്ഞു, പക്ഷേ ഉപകാരമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കാസർഗോട്ടെ ഒരു വിശേഷം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർമ്മിച്ച വനിതാ ഹോസ്റ്റലിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. 2.5 വർഷം മുമ്പ് പണി പൂർത്തിയായ കെട്ടിടം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. വോട്ട് വേണമല്ലോ, ജനങ്ങളെ കാണിക്കണമല്ലോ എന്നതൊക്കെയാകാം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തട്ടിക്കൂട്ട് ഉദ്ഘാടനം ചെയ്തതിനുള്ള കാരണം. പക്ഷേ ഇതുവരെ ഈ ഹോസ്റ്റൽ ആവശ്യക്കാർക്ക് തുറന്നു കൊടുത്തിട്ടേയില്ല. കേരള കർണാടക അതിർത്തി മേഖലയാണ് മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഇവിടെയുള്ള കോളേജുകളിലേക്കുമൊക്കെ വരുന്ന വനിതാ ജീവനക്കാർക്കും കോളേജ് വിദ്യാർത്ഥിനികൾക്കുമൊക്കെ താമസിക്കാൻ ഒരിടം വേണമെന്നത് ഏറെ നാളത്തെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് ഒരു പരിഹാരമായാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ വനിതാ ഹോസ്റ്റൽ നിർമ്മിച്ചത്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ 2 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നാളിതുവരെയായിട്ടും ഇവിടെ ഒരാൾക്ക് പോലും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. കേരള കർണാടക അതിർത്തി മേഖലയായ മഞ്ചേശ്വരത്തെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന വനിതാ ജീവനക്കാർക്ക് വേണ്ടിയാണ് ഹോസ്റ്റൽ നിർമ്മിച്ചത്. 2019 ഡിസംബറിൽ തുടങ്ങിയ ഹോസ്റ്റൽ നിർമ്മാണത്തിനായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 40 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും മഞ്ചേശ്വരം ബ്ലോക്കിന് കീഴിലെ 7 പഞ്ചായത്തുകളിൽ നിന്ന് 5 ലക്ഷം രൂപ വീതവുമായി ആകെ 1 കോടി രൂപ ചെലവഴിച്ചു. വർക്കാടി മലയോര ഹൈവേക്ക് സമീപം 1 ഏക്കർ സ്ഥലത്താണ് 10,000 ചതുരശ്ര അടിയിലുള്ള ഇരുനില കെട്ടിടം. നിർമ്മാണം പൂർത്തിയായതിനു ശേഷം വയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നീണ്ടുപോയതിനാൽ ഉദ്ഘാടനം 2.5 വർഷം വൈകി. എന്നാൽ 2 മാസം മുൻപ് ഉദ്ഘാടനം നടത്തിയിട്ടും ഹോസ്റ്റൽ തുറന്നുകൊടുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. നമുക്കിപ്പോൾ ബേജർ എന്ന് പറഞ്ഞെങ്കിൽ 1 കോടി ചിലവ് കഴിച്ചിട്ട് ഈ കട്ടണം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ഉപയോഗത്തിന് ഇത് വന്നിട്ടില്ല. ഇത് ഭയങ്കര ബേജറാണ്. എന്താ പറഞ്ഞെങ്കിൽ ആൾക്കാരെ പൈസ ചിലവ് കഴിച്ചിട്ട് ഇത് ഇതാക്കി നിർമ്മിച്ച കട്ടണമാണ്. പക്ഷേ സർക്കാർ ഇതിൽ എത്ര വരെ ഇവർ ഇതാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ അറിയും നമുക്ക്. അതുകൊണ്ട് എന്നെങ്കിലും ഒരാൾക്കാർക്ക് വേണ്ടിണക്കത്തെ ഇതിനൊരു കെട്ടിടത്തിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിണക്കത്തെ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരത്തിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, വില്ലേജ് ഓഫീസുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങിയ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിരവധി വനിതാ ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. മതിയായ താമസ സൗകര്യമില്ലാത്തതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച പലരും അവധിയിൽ പ്രവേശിക്കുകയോ മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുന്നുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ വനിതാ ഹോസ്റ്റൽ തുറന്നുകൊടുക്കാനാകുമെന്ന് മഞ്ചേശ്വരം MLA AKM അഷറഫ്.
2014 മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ കാലത്ത്, ഞാൻ 15-ലാണ് പ്രസിഡൻ്റാകുന്നത്, ഒരു ഡ്രീം പ്രോജക്റ്റായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വനിതാ മേഖലയുടെ ഫണ്ട് മുഴുവനും നീക്കി വെച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തറക്കല്ലിടുന്നത്. പിന്നീട് ജില്ലാ പഞ്ചായത്ത്, കഴിഞ്ഞ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 1 രൂപ പോലും കൊടുത്തില്ല. വലിയ രീതിയിൽ അത് ഒരു സ്ലോലിയാണ് അതിൻ്റെ വർക്ക് മുഴുവനും നടന്നത്. ഇന്നിപ്പോൾ വളരെ നന്നായി എനിക്ക് ശേഷം വന്ന UDFൻ്റെ ഭരണസമിതി അവരുടെ ബ്ലോക്കിൻ്റെ ഫണ്ട് മുഴുവനും നീക്കി വെച്ച് അത് പൂർത്തീകരിച്ച് 2 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിനിടയിൽ ഇലക്ഷൻ വന്നു. ഈ മാസം തന്നെ അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് അടുത്ത മാസത്തോടു കൂടി അത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കും. ഹോസ്റ്റലിൻ്റെ നടത്തിപ്പിനായി സബ് കമ്മിറ്റി രൂപീകരിക്കാനും വാടക ഇനത്തിൽ ചെറിയ തുക ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഹോസ്റ്റൽ തുറന്നു കൊടുക്കുന്ന തീയതി അനന്തമായി നീളുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി പല പദ്ധതികളും ആവിഷ്കരിക്കാറുണ്ട്. കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്താതെ നശിച്ചു പോകുന്നതും പതിവാണ്. ഈ വനിതാ ഹോസ്റ്റലിന് അത്തരമൊരു ദുർഗതി ഉണ്ടാവരുത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കൊല്ലത്ത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മൺമതിൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പൊളിച്ചു നീക്കുന്നു. 40 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ച പാതയാണ് പലയിടത്തും പൊളിച്ചു നീക്കുന്നത്. കെട്ടുന്നു, പൊളിക്കുന്നു, കെട്ടുന്നു, പൊളിക്കുന്നു. ഇതിന്റെ പണം ആരുടേതാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുക. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉയരപാതകൾ ആശങ്കകളായി മാറുന്നത്. പ്രാദേശികമായ ജനങ്ങളുടെ അഭിപ്രായമോ പ്രാദേശികമായ മണ്ണിന്റെ ഘടനയോ മനസ്സിലാക്കാതെയാണ് ഉയരപാതകളുടെ നിർമ്മാണമെന്നാണ് നിലവിലുയരുന്ന ആക്ഷേപം. പ്രാദേശികമായ പ്രത്യേകത പരിഗണിക്കാതെയും മണ്ണിന്റെ ഘടന കാര്യമായി പരിശോധിക്കാതെയും നിർമ്മാണം നടത്തിയതാണ് പണി പൂർത്തിയാകാറായപ്പോൾ ദേശീയപാത പൊളിച്ചു പണിയാൻ ഇടയാക്കുന്നത്. കൊല്ലത്തെ ചതുപ്പ് മേഖലകളിലും സ്ഥലങ്ങളിലും കലുങ്കുകൾക്ക് മുകളിലാണ് 40 അടി വരെ ഉയരത്തിൽ പാതകൾ നിർമ്മിച്ചത്. അടുത്ത 50-100 വർഷത്തേക്ക് വരുന്ന ഒരു പുരോഗമനപരമായ ജോലി ഇത്തരം നിസ്സാരമായ രീതിയിൽ കണ്ടുകൊണ്ട് യാതൊരു പ്രായോഗിക എഞ്ചിനീയറിംഗ് പഠനങ്ങളുമില്ലാതെ ഒരു നിർമ്മിതിയാണ് ഇപ്പം നമ്മുടെ മുന്നിൽ ഈ കാണുന്ന മതില്. ഈ മതില് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിൽ ഞങ്ങളുടെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ തന്നെ വേണം. എന്തായാലും അതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിൽ ഒരു സോയിൽ ടെസ്റ്റിനായിട്ട് വിദഗ്ധർ വന്നിട്ടുണ്ട്. വൈഡക്ട് നിർമ്മിക്കാൻ അനുമതി തേടിയിട്ടുള്ള സ്ഥലങ്ങളായ അയത്തിൽ, മേവറം, മൈലക്കാട് എന്നിവിടങ്ങൾ ചതുപ്പ് സ്ഥലമാണ്. മേവറത്തും മൈലക്കാടും റോഡിന് കുറുകെ തോടൊഴുകുന്നുണ്ട്. അയത്തിൽ ജംഗ്ഷനിലും മണ്ണിട്ടുയർത്തി റോഡിനോട് ചേർന്നാണ് തോട്. കൊട്ടിയം, പറക്കുളവും ചതുപ്പ് മേഖലയാണ്. ഇതൊന്നും പരിഗണിക്കാതെയായിരുന്നു നിർമ്മാണം. ഓരോ മീറ്റർ ഉയർത്തുമ്പോഴും അതിന്റെ ഷിയർ സ്ട്രെങ്ത് ഉൾപ്പെടെ ഒട്ടനവധി ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അത് യാതൊരു ടെസ്റ്റുകളും നാളിതുവരെ നടത്താതെയാണ് ഈ നിർമ്മിതികൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ കൊട്ടിയം ജംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊട്ടിയത്ത് നിന്ന് കിഴക്കോട്ട് ഇത്തിക്കര, മൈലക്കാട് ഭാഗത്തേക്കും പറക്കുളം ഭാഗത്തേക്കും ചരിവാണ്. ഇവിടെ പെയ്യുന്ന മഴ മുൻപ് അതാത് സ്ഥലങ്ങളിൽ താന്ന് കിനിഞ്ഞാണ് ഈ തോടുകളിൽ എത്തിയിരുന്നത്. 20 ലക്ഷം ലിറ്റർ വെള്ളത്തിലധികം വന്ന് ഒഴുകിയെത്തും. ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓട പൂർണ്ണമായും ഏതാണ്ട് ഒരു ചെറിയ ഓട മാത്രം നിർത്തിക്കൊണ്ട് അടച്ചു വെച്ചിട്ടാണ് ഇവർ ഈ നിർമ്മിതികൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് ഇത് വയഡക്റ്റ് തന്നെ ആകണമെന്ന് ആവശ്യപ്പെടുന്നത്. ചതുപ്പ് മേഖലയിലൂടെയാണ് അയത്തിൽ മേവറം ബൈപ്പാസ് റോഡ്. നിർമ്മാണത്തിനിടയിൽ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ റോഡ് തകർന്നു. കല്ലുംതാഴത്ത് 2 തവണ സർവീസ് റോഡ് ഇടിഞ്ഞു. മങ്ങാട്, പാലത്ര എന്നിവിടങ്ങളിലും റോഡ് തകർന്നു. കൊട്ടിയം, പറക്കുളത്ത് ടാർ ചെയ്ത ഭാഗം 200 മീറ്റർ നീളത്തിൽ വിണ്ടുകയറി. ടാർ ചെയ്ത് പിന്നീടത് അടയ്ക്കുകയാണ് ചെയ്തത്. ചാത്തന്നൂരിലും ടാർ ചെയ്ത ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയിരുന്നു. പല ഏരിയകളിലും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരാഹാര സമരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ വരുന്ന 13-ാം തീയതി ജനുവരി 13-ാം തീയതി ഞങ്ങൾ ഉമയനല്ലൂർ മുതൽ മൈലക്കാട് വരെ ശക്തമായ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടി പരിപാടി ഇട്ടിരിക്കുകയാണ്. ഇതിലൊന്നും തീരുന്നില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംയുക്ത സമരസമിതി മാറുകയാണ്. ഇവിടെ പേടിച്ച് ഇനിയും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഇത് ആരെയും അട്ടിമറിക്കാനൊന്നുമല്ല ഈ സമരം, അല്ലെങ്കിൽ ആരുടെ അടുത്ത് പകയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സമരം ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം വേണം. പൊട്ടിയ ഭാഗം സിമന്റ് തേച്ചടക്കുകയാണ് പലയിടവും ചെയ്യുന്നത്. പലയിടത്തും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കൂറ്റൻ മതിൽപാത പൊളിച്ചു നീക്കേണ്ടി വരുന്നത്. മൈലക്കാട് ദേശീയപാത തകർന്ന ശേഷം ജനങ്ങൾ ഭീതിയോടെയാണ് ഉയരപ്പാതയുടെ ഭാഗങ്ങളിലെ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അയത്തിൽ, പറക്കുളം എന്നിവിടങ്ങളിൽ കളക്ടർ എൻ ദേവിദാസും ദേശീയപാത അതോറിറ്റി തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ വെങ്കടേഷ് പ്രസാദും സന്ദർശനം നടത്തി. മേവറത്ത് വൈഡക്ട് നിർമ്മിക്കുമെങ്കിലും ആശങ്കയാകുന്നത് പറക്കുളവും കടവൂരുമാണ്. മണ്ണിട്ടുയർത്തിയ ഉയരപ്പാതയിലൂടെ വാഹന ഗതാഗതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് പലയിടത്തും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വാഹന ഗതാഗതം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന ആശങ്കയിലാണ് ഉയരപ്പാതയുടെ സമീപത്ത് താമസിക്കുന്നവരും കടക്കാരും. കൊല്ലത്ത് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. MK റോബിൻസൺ പറയുന്നു, പൊതുജനം കഴുതയല്ല, പറയാനും കേൾക്കാനും കൊള്ളാം. ഇവിടെ ഭരിക്കുന്നവർ വോട്ട് നേടി വിജയിച്ച് MLA-മാരും മന്ത്രിമാരുമായാൽ പിന്നെ അവർക്ക് പൊതുജനം കഴുതയാണ് സർ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് MK റോബിൻസൺ പറയുന്നു. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, അപകടക്കെണികളുമായി വികസിക്കുന്ന ദേശീയപാതകൾ വല്ലാത്ത കഷ്ടം തന്നെ എന്ന് പറയുകയാണ്. ഷാനവാസ് നെടുമങ്ങാട് പറയുന്നു, ഇതെന്താ ചൈനയിലെ വൻമതിലോ എന്ന്. ഇത്തരം നിരവധി വൻമതിലുകൾ കേരളത്തിൽ ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. വളരെ ഉയരത്തിൽ ഈ മതിലുകൾ നിൽക്കുന്നു എന്നത് പലപ്പോഴും അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് മൈലക്കാട് സംഭവം അടുത്തിടെ നമുക്ക് തെളിയിച്ചു തന്നതാണ്. അപ്പോൾ ഇത്തരം ഈ അപകട സാധ്യതകൾ ഒഴിവാക്കുക ആ സ്ഥലങ്ങളിൽ. മാത്രമല്ല അവിടെ അടിപ്പാതയോ മേൽപ്പാതയോ ഒക്കെയാണ് വേണ്ടതെങ്കിൽ ആ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തേണ്ടത്. അവിടുത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വിശദമായി പഠിക്കാതെയുള്ള ഈ വികസനം അശാസ്ത്രീയമെന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് വീണ്ടും ഒരു വഴിപ്രശ്നത്തിലേക്ക് തന്നെയാണ്. കണ്ണൂർ നടുവിൽ താവുകുന്നു വളവിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം വാഹനങ്ങൾ മറിഞ്ഞ് 5 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. അപകടത്തിലേക്ക് റോഡ് പണിയല്ലേ എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. നടുവിൽ താവുകുന്നിലെ ഈ കൊടുംവളവിപ്പോൾ ഒരു മരണക്കെണിയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് സിമന്റുമായി എത്തിയ ലോറി ഇവിടെ മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആഴ്ചകൾക്ക് മുൻപ് കുഴൽക്കിണർ നിർമ്മാണ തൊഴിലാളികൾ സഞ്ചരിച്ച ലോറി മറിഞ്ഞ് ഒരു അതിഥി തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഈ വളവിൽ നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞ് ഇതുവരെ 5 പേരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവർ വേറെയും. റോഡിലെ സൂചനാ ബോർഡുകളെല്ലാം വാഹനങ്ങൾ ഇടിച്ച് തകർന്ന നിലയിലാണ്. ഒരേ ഏരിയയിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡിൻ്റെ നിർമ്മാണത്തിൽ ഉള്ള അപാകതയായിരിക്കുമെന്നാണ് എല്ലാവരും നാട്ടുകാർ വിലയിരുത്തുന്നത്. പക്ഷെ 5 ആൾ ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. വിഷയം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. അപകട സാധ്യത ഇല്ലാതാക്കാൻ അടിയന്തര നടപടി വേണമെന്നും അല്ലാത്തപക്ഷം ജനകീയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്നും ഇരിക്കൂർ MLA പറഞ്ഞു. നടുവിൽ പഞ്ചായത്തിലെ താവുകുന്നിൽ അപകടം ഒരു തുടർക്കഥയാവുകയാണ്. വളരെയേറെ ആശങ്കയോടെയാണ് ജനങ്ങൾ തുടർച്ചയായ ഈ അപകടങ്ങളെ കാണുന്നത്. ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നിരവധി തവണ ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് നൽകുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ആ നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇനിയും വിലപ്പെട്ട ജീവനുകൾ ഈ വളവിൽ പൊലിയാതിരിക്കാൻ അധികൃതർ എത്രയും വേഗം കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ചേറാടി പറയുന്നു, രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കുമൊക്കെ സ്വന്തം കാര്യം നോക്കാനും ഇടയ്ക്കിടെ വിദേശത്ത് പോയി റിലാക്സ് ചെയ്യാനുമൊക്കെയുള്ള അവസരം അർഹതപ്പെട്ട പൗരന്മാർക്ക് വീട് പോലത്തെ ക്ഷേമ പദ്ധതികൾ 24 നോക്കിക്കൊള്ളുമെന്ന്. 24-നെ സംബന്ധിച്ച് ഇത് ഈ കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും വീട് എന്നത് അത് അപ്രാപ്യമായ കാര്യം തന്നെയാണ്. പക്ഷേ 24-നെ സംബന്ധിച്ച് 24-നെ കൊണ്ടാവും മട്ടിൽ
ഇത്തരത്തിൽ ഭവനരഹിതരെ സഹായിക്കാനുള്ള പദ്ധതിയാണ് SKN പ്രഖ്യാപിച്ചത്. അത് നിലവിൽ തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 100 വീട് പദ്ധതിയുടെ നിർമ്മാണങ്ങൾ പല സ്ഥലത്തും പൂർത്തിയായവയുണ്ട്, പുരോഗമിക്കുന്നവയുണ്ട്. വ്യവസായി MA യൂസഫലിയുമായി ചേർന്ന് 15 വീടുകൾ, അതിൽ പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നവയുണ്ട്. ഇപ്പോൾ SKN പ്രഖ്യാപിച്ച 1000 വീടുകൾ എന്ന പദ്ധതി കൂടിയുണ്ട്. ഏതായാലും കേരളത്തെ ഈ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങളിൽ സർക്കാരിനാണ് ഇക്കാര്യത്തിൽ കൂടുതലായി ചെയ്യാൻ കഴിയുക. അത് ലൈഫ് പദ്ധതിയായാലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും അത്തരം പദ്ധതികൾക്കൊപ്പം നിൽക്കുക 24-നെ കൊണ്ട് സാധ്യമായ നിലയിൽ ഈ സമൂഹത്തിന് കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഇപ്പോൾ 24 നടത്തുന്നത്. കൊച്ചിയിലെ ഏറ്റവും ആകർഷണീയമായ സ്പോട്ടാണ് മറൈൻ ഡ്രൈവ്. വാട്ടർ മെട്രോയിൽ കായൽ സൗന്ദര്യം ആസ്വദിക്കാനും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഈ സാധ്യത മുൻനിർത്തിയാണ് മറൈൻ ഡ്രൈവിൽ ഭക്ഷണ പാനീയ കിയോസ്കുകൾ സ്ഥാപിച്ചത്. പക്ഷേ കൊച്ചി മെട്രോയും GCDAയും തമ്മിലുള്ള നിസ്സാര തർക്കം കാരണം വെറും നോക്കുകുത്തികളായിരിക്കുകയാണ് ഈ കിയോസ്കുകൾ. ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിന് സമീപം 8 ഭക്ഷണപാനീയ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ട് 2 വർഷമായി. ഇതുവരെ ഒന്നുപോലും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. GCDA, കൊച്ചിൻ കോർപ്പറേഷൻ, KWMLA എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ വ്യക്തതയില്ലായ്മയാണ് കാരണം. മറൈൻ ഡ്രൈവിനെ ഭക്ഷ്യകേന്ദ്രമാക്കി മാറ്റാൻ പദ്ധതി ഉടൻ ആരംഭിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഭരിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്. GCDA ആയാലും ഇപ്പോൾ മെട്രോ ആയാലും ഭരിക്കുന്നത് ഒരേ വിഭാഗത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അത് എത്രയും വേഗം പരിഹരിച്ച് അതെല്ലാം തുറന്നു കൊടുത്തത് ജനങ്ങൾക്ക് നല്ല ഇതാവണമെന്നാണ് നമ്മുടെ ഒരു ഇത്. GCDAയുടെ ഉടമസ്ഥതയുള്ള ഭൂമിയിലാണ് കിയോസ്കുകൾ നിർമ്മിച്ചത്. നിശ്ചിത വാടക സമ്പ്രദായത്തിന് പകരം ലാഭം പങ്കിടുന്ന മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ KMRLും GCDAയും തമ്മിലുള്ള തർക്കം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇനിയും വൈകിയാൽ നഷ്ടക്കണക്കുയരും. പ്രതിദിനം 2000 മുതൽ 3000 വരെയുള്ള ആളുകളാണ് മറൈൻ ഡ്രൈവിൽ എത്തുന്നത്. സഞ്ചാരികൾക്ക് സുരക്ഷിതമായ ഭക്ഷണശാലകളാണ് തർക്കത്തിലൂടെ നഷ്ടമാകുന്നത്. കേരളത്തിൽ കൊട്ടിയാഘോഷിച്ച് തുടങ്ങുന്ന പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് സർവ്വസാധാരണമാണിപ്പോൾ. അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ കാണുന്ന കിയോസ്കുകളും. GCDAയും വാട്ടർ മെട്രോയും തമ്മിലുള്ള തർക്കമാണ് ഇതിപ്പോഴും അടഞ്ഞുകിടക്കാൻ കാരണമായിരിക്കുന്നത്. ക്യാമറമാൻ ഹരിക്കൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളை, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.